ഞാനൊരു വീഡിയോ വന്നത് ഒരു ഓടും പെരയിൽ കഴിഞ്ഞ് കൂടുന്ന ഒരു പെൺകുട്ടിനെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. ഒരു ഓടും പെരയിൽ കഴിഞ്ഞ് കൂടുന്ന, അല്ലെങ്കിൽ ഒരു ഷെഡ് കെട്ടിയ ഒരു വീടാകട്ടെ, അതല്ലെങ്കിൽ ഒരു 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 കോട്ടേഴ്സിൽ പാർക്കുന്ന ഒരു കോട്ടേഴ്സിൽ, അല്ലെങ്കിൽ ഒരു മണ്ണും വീട്ടിൽ, അല്ലെങ്കിൽ സീറ്റ് കൊണ്ട് കെട്ടിയൊരു വീട്. അങ്ങനെയുള്ള ഉമ്മമാർ കഷ്ടപ്പെടുന്നുണ്ടാവും. ഒരു മോളെ കൊണ്ട് എന്ത് ചെയ്യും, അതിന് മോള് എങ്ങനെയെങ്കിലും കഴിച്ചിട്ടായാൽ തിരക്കിടില്ല എന്ന് ഒരുപാട് ഉമ്മമാർ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ നല്ല ഇന്ന് പഠിച്ചവന് ഏറ്റവും മക്കളെ കൊടുക്കണ്ടല്ലോ, പെൺകുട്ടീനായിട്ടും ആൺകുട്ടീനായിട്ടും പഠിച്ച ഏറ്റവും കൊടുക്കുന്ന നല്ല ഉമ്മമാർ ഇന്ന് ഇല്ലാതാക്കുകയല്ലോ. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഉമ്മമാർ ഇന്ന് രംഗത്ത് വരും, അല്ലെങ്കിൽ രംഗത്ത് വരണം, ഇല്ലെങ്കിൽ വരണം, ഇല്ലെങ്കിൽ അവിടെ ഈ വീട് കണ്ടിട്ട് അവർ രംഗത്ത് വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം പറഞ്ഞാൽ ഒരു പാവപ്പെട്ട, അല്ലെങ്കിൽ നമുക്കറിയാം പൈസക്കാരൊന്നും നമുക്ക് ആവശ്യമില്ല. പൈസക്കാരെ പെൺകുട്ടികൾ ഒരിക്കലും അത് കെട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് ഒരിക്കലും പൈസയുള്ള പെൺകുട്ടികളെ ഒരിക്കലും നമുക്ക് വേണ്ട. നമുക്ക് സാറാ പോലെ നമ്മളെ നോക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നതും, നമ്മുടെ എന്താ ചെയ്ത പെൺകുട്ടിൻ്റെ സ്വഭാവം നന്നാവുക, ആ പെൺകുട്ടിൻ്റെ സ്വഭാവങ്ങൾ, ആ പെൺകുട്ടിൻ്റെ നല്ല മനസ്സ് ഉള്ള ഒരു പെൺകുട്ടിനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേക്ക് തന്നെയാണ് പറഞ്ഞതും, ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞതും ആളുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ലൈവിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ കേൾക്കണം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ലറിയാം. ചില പെൺകുട്ടികളും സപ്പോർട്ട് തരൂല. ചെറിയ ചെറിയ കുട്ടികളമ്മമാർ, ചില കുട്ടികളെ വാപ്പന്മാരൊന്നും ലംഘത്ത് വരില്ല. അപ്പം പണക്കാരായ രക്ഷിതാക്കൾ ഒരിക്കലും മുന്നോട്ട് വരില്ല. നമ്മളെപ്പോലെ പാവപ്പെട്ടവരുണ്ടെങ്കിലും മാത്രമാണ് ഇന്ന് മുന്നോട്ട് വരുള്ളൂ. എൻ്റെ മോക്കൊരു ജീവനം കൊടുക്കണം, എൻ്റെ മോക്കൊരു ജീവിതം കൊടുക്കണം, അവൾക്കൊരു ഒരു കുടുംബമാണെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന വീഡിയോയിൽ. അത് തന്നെയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബൈക്ക് ഓട്ടാനറിയില്ല, കാർ ഓട്ടാനറിയില്ല. നമുക്ക് പഠിച്ച 2 കാലുണ്ട്. ആ 2 കാലുകൊണ്ട് നമുക്ക് നടക്കാം. നമുക്ക് 2 കൈ തന്നിട്ടുണ്ട്. 2 കൈ നമുക്കുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സംസാരിക്കാനൊക്കെ നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? സംസാരിക്കാനെ വരെ നമുക്ക് പഠിച്ചോ തന്നിട്ടുണ്ട്, അല്ലേ? എല്ലാം പഠിച്ചപ്പോൾ കണ്ടില്ലേ? ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഇന്ന് പഠിച്ച നമുക്ക് നായ തന്ന്, ചുണ്ട് തന്ന്, പിന്നെ ചെവി തന്ന്, കണ്ണ് തന്ന്, ഒക്കെ തന്ന്. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പം അവിടെ കാണില്ല, ഇല്ല. അപ്പോൾ ഒരു കുഴപ്പം കാണണ്ടോ? ഇല്ല, ഒരു കുഴപ്പം കാണില്ല. നമ്മൾ ഒരു സരാപ്പോട്ടൊരു യൂത്ത് ലോകറാണ്. ആ യൂത്ത് ലോകറിനെ ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ മുന്നോട്ട് വരും. അതാണ്, ആ യൂത്ത് ലോകറിനെ ഇഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരും. അത് ഏതാണെന്ന് എനിക്കറിയില്ല, അത് പഠിച്ചവനൊക്കെ അറിയുള്ളൂ. ആ പഠിച്ചവനാണ് അതിൻ്റെ കാരണം ചെയ്യുന്നത്, പഠിച്ചവനാണ് അത് കണ്ടെത്തുക. അപ്പോൾ ഈ ലോകത്തിൽ പഠിച്ചവനാണ് വലിയ ആൾ, ആ പഠിച്ചവൻ കണ്ടുപിടിച്ചു തരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ദേഷ്യം കാട്ടിയിട്ടൊന്നും കാര്യമില്ല, മറ്റുള്ളവർക്ക് ദേഷ്യം കാട്ടി വെറുപ്പ് കാട്ടിയിട്ടൊന്നും കാര്യമില്ല. എല്ലാം പഠിച്ചവനാണ് അതിൻ്റെ പിന്നിലുള്ളത്, പഠിച്ചവനാണ് എല്ലാം കണ്ടുപിടിക്കുന്ന ആൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാർ ഓട്ടാറിയില്ല, ബൈക്ക് ഓട്ടാറിയില്ല. എൻ്റെ കൂടെ ഒരു ഓട്ടോയിൽ കയറുന്ന, ഇപ്പം ഞാനൊരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണെങ്കിൽ ആ ഓട്ടോയിൽ അവൾക്കും കയറാം, ആ ഓട്ടോയിൽ കഴിയുന്ന, അതാണ്. ആ ഓട്ടോയിൽ അവളെ വീട്ടിൽ കൊണ്ടാക്കും, തിരിച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് ജീവിതം. അല്ലാതെ മതി പണക്കാരൻ്റെ മോളൊന്നും ഇവിടെ കൊള്ളൂല. പണക്കാരൻ്റെ മോൾക്ക് തിന്നാൻ കൊടുത്താലൊന്നും തരില്ല. അപ്പോൾ പണക്കാരൻ്റെ മോളെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാവങ്ങളായിരിക്കുന്ന പെൺകുട്ടിയാകണം, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന, അനുസരിക്കുന്ന, നമ്മൾ പറഞ്ഞതും കേട്ട് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് തലയിടണം മോളെ എന്ന് പറഞ്ഞാൽ തല മറക്കുക, ആവൃത്തി മറക്കുക, എന്നല്ല ജില്ലയിലേക്ക് മുന്നോട്ട് പോണ പെൺകുട്ടിയാണ്. ആരോടും അൻപില്ലാത്ത, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചുള്ളൂ. അതൊക്കെ ചോദിച്ചിട്ട് മാത്രമാണ്. ആ കുട്ടിൻ്റെ ഉമ്മേൻ്റെ സ്വഭാവം നന്നാകണം, കുട്ടിൻ്റെ ഉപ്പേൻ്റെ സ്വഭാവം നന്നാകണം. എല്ലാ സ്വഭാവം നന്നായിട്ട് സ്വഭാവത്തിൽ കൂടെ ഉള്ള നമ്മളെ പോട്ടെ നമ്മുടെ സ്വഭാവത്തിൽ കൂടെ നീങ്ങി വരുന്ന പെൺകുട്ടികളാണ്. അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ തമാരി സ്വഭാവമുള്ള,
അതുപോലത്തെ ഒരു അതേപോലെ കാണുന്നൊരു ഉമ്മയാകണം. ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മ അതുപോലെ ആകണം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു മരുവോള് ആരോടും ആക്രമിക്കാതോ തല്ലുകൂടാനോ തല്ലുണ്ടാക്കാനോ നിൽക്കരുത്. അങ്ങനത്തെ ഒരു ഒരു നല്ല രീതിയിലേക്ക് കഴിയുന്നവർ എൻ്റെ ഉമ്മാക്ക് നല്ലൊരു മരുവോള്. എനിക്ക് എൻ്റെ ആ ഒരു സ്വന്തമായ ഒരു പെണ്ണ്, സ്വന്തം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന പെണ്ണ്, അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്, ആ വീഡിയോ കൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അൽപ്പാരം. എൻ്റെ അൽപ്പാരം എനിക്ക് എവിടെ വേണമെങ്കിലും പറയാം. അത് നിങ്ങളുടെ മറ്റുള്ള ആൾക്കാർ കരമെന്ന ആൾക്കാരുണ്ടാവും. ചെറിയ ആൾക്കാർ കുത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഉള്ളിൽ കൂടെ എന്തെങ്കിലും കുത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന ആളുകളുണ്ടാവും. ആ ആളുകൾ പറഞ്ഞു കുത്തിരിപ്പുണ്ടാക്കിയിട്ട് കാര്യമില്ല, പഠിച്ചവനെ മുന്നിലൊന്നും കിട്ടൂല, കുത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒന്നും കാര്യമില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളെ മകളെ നല്ല രീതിയിലേക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക, നല്ല രീതിയിലേക്ക് അവളെ കെട്ടിച്ച് അയക്കുക. അത് നിങ്ങൾ കടമ നിങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് രക്ഷിതാക്കളോട് ഈ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്. അത് നമ്മളെ പാങ്ങളെ കുറ്റം പറഞ്ഞ് കളിയാക്കിയിട്ട് കാര്യമില്ല. പല്ലൊക്കെ എല്ലാവരും പോവും. അത് വെച്ചിട്ട് നിങ്ങളെ മോളെ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. പല്ലിപ്പോൾ എല്ലാവർക്കും സമ്മതിക്കും, പല്ലെല്ലാവരും പോവും. അത് വെച്ചിട്ട് പാങ്ങളെ കെട്ടൂലെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? പാങ്ങളെ കെട്ടുന്ന ആൾക്കാർ വരും എന്നാണ്. ശരി പറഞ്ഞല്ലോ. അപ്പം നമ്മളെ മനസ്സിലായില്ലേ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ആരി നമ്മളെ കല്യാണം കഴിക്കാൻ വരുന്ന പെൺകുട്ടികൾ പിന്നോട്ട് വരും. അതാണ് കെട്ടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. ആ കെട്ടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ മുന്നോട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന. അങ്ങനത്തെ ഉമ്മമാർ ഉണ്ടാവും അല്ലേ? ഇന്ന് ഓടും പേരിലൊക്കെ കഴിഞ്ഞു കൂടുന്ന അപ്പോൾ വയസ്സായ ഉമ്മമാരുണ്ടാവും, വയസ്സായ വല്യപ്പാർ. അപ്പോൾ ഒരു മോളെ എങ്ങനെ പോറ്റും എന്ന് അറിയില്ല, അവർക്കറിയില്ല എങ്ങനെ പോറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കൾ കണ്ടറിഞ്ഞ് നമുക്ക് തരും. അതാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ കാത്തിരിക്കുന്നത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ടൈറ്റും കഴിഞ്ഞ് നമുക്ക് ടൈറ്റ് ഇല്ലാത്ത മതി. നമുക്ക് എല്ലാവരും കഴിഞ്ഞിട്ട് തെറ്റി അവരല്ലോ എല്ലാവരും കൊണ്ടുപോയിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി. ഇപ്പം എല്ലാവരും കല്യാണം കഴിച്ച് കൊണ്ടുപോയല്ലേ, അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ അതാണ് നമ്മൾ ഒടുവെന്ന് നോക്കിയാൽ മതി എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിനാണ്. അതാണ്. അല്ലാതെ വണ്ടിയും കാറുകളൊന്നും നമുക്ക് ശരിയാവില്ല. ആ വണ്ടി ഓട്ടുന്ന ചില പെൺകുട്ടികൾക്കാരും എനിക്ക് വണ്ടി ഓട്ടുന്ന ഭർത്താവിനെ വേണം, എനിക്ക് ബൈക്ക് ഓട്ടുന്ന ഭർത്താവിനെ വേണം. അപ്പം അതല്ലാത്ത ഇന്ന് വണ്ടിയും കാറും ഓട്ടാത്ത ചെക്കന്മാരുണ്ട്. അവരെ എന്താക്കും? അവരെ പുറത്താക്കാൻ പറ്റുമോ? അവരെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. അവരും അള്ള പഠിച്ചതാണ്. അപ്പോൾ അവർക്കും ഉണ്ടാവും ജീവിതം എന്ന് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കണം. അവർക്കും ഉണ്ടാവും ജീവിതം. ഇപ്പോൾ ഗൾഫിലെ വിചാരം ഓർക്ക് ജീവിതം ഉണ്ടാവുക വെച്ചേക്കുക, ഓർക്ക് ജീവിതം ഉണ്ടാവും. അപ്പോൾ പാങ്ങൾക്ക് തന്നെ ഒരു ജീവിതം ഉണ്ടാവും, ഒരു കുടുംബം ഉണ്ടാവും. അത് ഗൾഫേറിൻ്റെ മോളെ ചിലപ്പോൾ അങ്ങനെയാണ് പോയിക്കോട്ടെ. ഗൾഫേറിൻ്റെ മോക്ക് ചിലപ്പോൾ ടൈറ്റ് കൂട്ടി കയറാം, പൈസ ഉള്ള ആൾക്കാർ നമുക്ക് ഇതാവില്ല. നമുക്ക് പൈസ കുറഞ്ഞ ആൾക്കാരാണ്. ഓടും പെരയിൽ ഒരു ഓടിട്ട വര, ഓലപ്പെര, അങ്ങനെയുള്ള കുട്ടികളാണ് ഞാൻ എന്നും പറഞ്ഞല്ലോ. അതുകൊണ്ട് ചെറിയ കുട്ടികളെ ഉമ്മമാരെ മൂണ്ട നമുക്ക് കാണാൻ കഴിയും. ചെറിയ കുട്ടികളെ ഉമ്മമാരെ മൂണ്ട കൂർപ്പിച്ചിട്ട് കയറാം. ആ മൂണ്ട കൂർപ്പിച്ചിട്ട് ഒരു മൂണ്ട വാടിയിട്ട് കയറാം. എന്തിനാ? അത് പാവപ്പെട്ടവരടുത്ത് പാങ്ങളോട് മൂണ്ട കൂർപ്പിച്ചെടുക്കുക. എന്താ ആവശ്യം? 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ 2 എണ്ണ തുണി കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും മൂണ്ട കുറിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആ രക്ഷിതാക്കൾക്ക് അറിയില്ല എന്തിനാ മൂണ്ട കുറിപ്പിച്ചെന്ന് അവർക്കറിയില്ല. മൂണ്ട കുറിപ്പിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് മൂണ്ട കുറിപ്പിച്ചതിന് കാരണം? മൂണ്ട കുറിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. രക്ഷിതാക്കാരല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ മൂണ്ട കുറിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മൂണ്ട പൂട്ടി, നിങ്ങൾ തൊള്ള പൂട്ടി, നിങ്ങൾ ഒളിച്ചു നിന്ന്, നിങ്ങൾ മാറി നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ മകളെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം സമ്മതിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കും സമ്മതിക്കൂ എന്ന് രക്ഷിതാക്കളെ ഓർക്കണം. കുട്ടികളെ ഉമ്മമാർ, കുട്ടീൻ്റെ വാപ്പ, അതെ, എല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ വിദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ആ കുട്ടീൻ്റെ വാപ്പ നല്ലൊരു വിദേശത്തേക്ക് പോകണം, നല്ലൊരു ജോലിക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ നല്ല രീതിയിലേക്ക് ബഹുമാനത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ പോകണം. ബഹുമാനത്തോടെ കടിച്ചറിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഉള്ളതും കൂടി ഇങ്ങോട്ട് ഇല്ലാതെ പോരേണ്ടി വരും. ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് പോരേണ്ടി വരും. ഇപ്പോഴത്തെ ചെറിയ ഗൾഫേർ, ചെറിയ പണക്കാർക്ക് ഭയങ്കര ടൈറ്റാ.
അവരെ വിചാരം അപ്പോൾ ഓൾക്ക് ഇന്ന് പഠിച്ചോ 10 പെൺകുട്ടികളെ കൊടുക്കുമ്പോൾ ഓലെ വിചാരം ഓലത് മാത്രം ഇവിടെ ഉള്ളു വെച്ചിരിക്കുകയാണ്. ഓല മോള് മാത്രം ഇവിടെ ഉള്ളൂ. ഈ ലോകത്ത് പെൺകുട്ടികളെ കിട്ടായില്ല എന്നാണ് ഓരോ വിചാരം. ഈ ലോകത്ത് എത്രയോ പെൺകുട്ടികളുണ്ട്. ഇതൊക്കെ പഠിച്ചതിനാണ്. 100 കണക്കിന് പെൺകുട്ടികളെ കിട്ടാണ്ട്. അത് 2 4 പോയി കഴിഞ്ഞാൽ ഒന്നും വരാനില്ല. 100 കണക്കിന് പെൺകുട്ടികൾ ഇന്ന് പഠിച്ചവന്റെ മുന്നിലുണ്ട് അല്ലെ. അവരൊക്കെ പല മടത്തിലേക്കാരം, പല ജീവിതമാവും, പല ജീവിതത്തിലേക്കാരം, പല കര കയറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പല കയറാൻ കഴിയാത്ത കോലത്തിലാവും. ചെറിയ ആൾക്കാർ നീന്തി കയറുണ്ടാവും. ചെറിയ അമ്മമാര് തുടക്കാൻ പോയിട്ട് മോളെ പൂട്ടുന്നു. അങ്ങനെയൊക്കെയാണ്. ചെറിയ അമ്മമാര് പിന്നെ പെരയെ പോയി ആരാൻ്റെ പെരയെ പോയിട്ട് പസി മോറാനോ പൈറ്റ് മോറിട്ടോ മോളെ പൂട്ടുന്നു. എങ്ങനെ പൂട്ടുന്നത്? സ്കൂൾ ചെലവ്, ബാഗ്, ബുക്ക്, കൊട എല്ലാം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോകുന്ന അമ്മമാരുണ്ട്. അതുപോലെ ഭർത്താവില്ലാത്ത ഉമ്മമാരുണ്ട് അല്ലേ. ബിരുവാര പൈസ വാങ്ങുന്ന ആൾക്കാർ, പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലേ, ഉണ്ട്. അപ്പൊ ഇതാണ് എങ്ങനെ കഴിയും, എന്ത് കാട്ടുന്നറിയില്ല. ചെറിയ അമ്മമാര് ലോൺ എടുത്തുകൊണ്ട് മോളെ കെട്ടിച്ചേക്കുന്നു. ആ ലോൺ എടുത്തുകൊണ്ട് അവ തിരിച്ചടക്കാൻ കഴിയാത്ത പ്രകാശമായി ആ ബാങ്കർ വന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന, ബാങ്കിൽ നിന്ന് സെറ്റ് ചെയ്ത് അതുപോലെ വന്ന് കൊണ്ടുപോകുന്ന, വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നു, വീട് പൂട്ടിയിടുന്നു. ആ കുട്ടിൻ്റെ ഉമ്മേനെ പുറത്താക്കി വാഴടക്കുന്നു. അപ്പോൾ കുറെ ആൾക്കാർ കണ്ടിട്ട് അതിന് പകരം കാണുന്നു. ഇതൊക്കെയാണ് അതിൽ മോളെ കെട്ടിച്ചിൻ്റെ ആ ഒരു കാരണമാണ് കടത്തിലായത്. അത് തിരിച്ചടക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രകാശപ്പെട്ട ഉമ്മമാരുണ്ട്. ഇന്നാളൊരു ഒരു കുട്ടിൻ്റെ വാപ്പ സ്വന്തം നാടൻ പണിക്ക് പോയിട്ട് അടക്കാൻ കഴിഞ്ഞില്ല. നാടൻ പണി. ആ നാടൻ പണിക്ക് ചിലപ്പോൾ ഒരു 650 ഉറുപ്പ്യ കിട്ടി. ഈ 650 ഉറുപ്പ്യക്ക് ആ കുട്ടീൻ്റെ വീട്ടിൽ തിന്നും വേണം, കഴിക്കും വേണം. അപ്പം അങ്ങനെ മോളെ കെട്ടിച്ച് ലോൺ എടുത്ത് ആ കുട്ടീൻ്റെ വാപ്പ ലോൺ എടുത്ത് വേണ്ടി തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. പണ്ടം വാങ്ങാൻ വേണ്ടി ലോൺ എടുത്ത്. അപ്പോൾ അത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബാങ്കിൽ വന്ന് വീട് 4 ചാവിട്ട് പൂട്ടി പുറത്തേക്കിട്ട് വാഴടിച്ച്. അതാണ്. ഇതൊക്കെയാ ഓരോ അമ്മമാർക്കും ഉണ്ടാകുന്ന ഇറങ്ങേറുകൾ, ഓരോ ഉപ്പമാർക്കും ഉണ്ടാകുന്ന ഇറങ്ങേറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴും ഈ പണക്കാരനെ മുള്ളെടുക്കലാണ്. അവർക്ക് എന്തായാലും അവർ മുള്ളെടുക്കലാണ്. എന്തിനാണ് മുള്ളെടുക്കുന്നത്? ഓരോ പണക്കാരനും മുള്ളെടുക്കലാണ്. അള്ള ഉണ്ട് എന്ന് ഓർമ്മയില്ല, അവർക്ക് മുള്ളെടുക്കണം. അവർക്ക് പൈസ കൊണ്ട് എന്താ കാട്ടിൻ്റെ അറിയില്ല. പൈസ കൊണ്ട് വാരി കൂട്ടുക, പൈസ കൊണ്ട് വാരി എറിയുന്നു, പൈസ കൊണ്ട് കുതിര കളിക്കുന്നു. അതെ, ചെറിയ ആൾക്കാർ പടക്കം പൊട്ടിക്കുക, ചെറിയ ആൾക്കാർ കുതിരയിടുന്നു, ചെറിയ ആൾക്കാർ പണത്തോണ്ട് ഒരു പുല്ല് വില കാണിക്കണില്ല. അള്ള കൊടുത്ത പണം കൊണ്ട് ആ പണം കൊണ്ട് ഒരു കാണിക്കാതെ അത് നശിപ്പിക്കുന്ന, അത് വലിച്ചെറിയുന്ന, ഇതൊക്കെയാണ്. ഓരോ ചെക്കന്മാരെ കാണുമ്പോൾ കാണാം. ഒരു ഗൾഫിൽ നിന്ന് ചെക്കൻ വന്നിട്ട് ആ ചെക്കൻ്റെ അഹങ്കാരം കണ്ടില്ലേ? ആ ചെക്കൻ്റെ അഹങ്കാരം, ഓനെ പെണ്ണ് കിട്ടി പോകുന്ന അഹങ്കാരം, ഓൻ്റെ ഒരു റോഡൊന്നായിട്ട് ലോക്കാക്കുക, പടക്കം പൊട്ടിക്കുക, അഹങ്കാരം കൂട്ടുക, ഇതൊക്കെ പടച്ചോനടുത്ത് നാളെ മരിച്ചു ചെല്ലുമ്പോൾ അവിടുന്ന് മറുപടി പറയേണ്ടി വരും. ഇന്ന് കല്യാണം കഴിഞ്ഞ ചെക്കന്, ഇന്ന് കല്യാണം കഴിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകുന്ന ആ ചെക്കന് പടച്ചോൻ്റെ മുന്നിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. ഞാൻ എന്തിനാ ഈ പൈസ ചിലവാക്കിയത്? പൈസ ചിലവാക്കുമ്പോൾ അത് എത്രയോ ആൾക്കാരുണ്ട്, ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. ഈ ഭക്ഷണം കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്? അവർക്ക് കൊടുത്താൽ ഒരു കാര്യത്തിലായി പടച്ചവത്തിൽ കൂലി കിട്ടും. അത് ചെയ്യുന്നില്ല. പടക്കം പൊട്ടിപ്പോയിട്ട് എന്താ കാര്യം? അതെ, പടക്കം പൊട്ടിക്കുന്ന തെറ്റാണ്. ഈ പടക്കം പൊട്ടിച്ച് ഒരു കാര്യമില്ല. ആ പടക്കം അങ്ങോട്ട് പൊട്ടിപ്പോവല്ലാതെ അതുകൊണ്ട് ഒന്നും നടക്കൂല. അത് നമ്മൾ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാങ്ങക്ക് കൊടുത്താൽ അത് നമുക്ക് പടച്ചവത്തിൽ കൂലി കിട്ടും. ഇന്ന് പഠിച്ചാൽ നിൽക്കുന്നു, നിങ്ങൾ ആ പടക്കം പൊട്ടിച്ചിട്ട് എനിക്കെന്താ ഉപകാരം ഉണ്ടായി, നിങ്ങൾക്ക് എന്താ തരാനാ? അതുകൊണ്ട് നിങ്ങൾ ആ പഠിച്ചൻ പറയും നിങ്ങൾക്ക് കുറ്റമാണ് തരാൻ പോകുന്നത് എന്നാണ് പഠിച്ചാൻ പറയാ അല്ലേ. അപ്പോൾ പടക്കം പൊട്ടിച്ചാൻ പാടുണ്ടോ? ഈ പടക്കമാണ് പൊട്ടിക്കുന്നത്, അഹങ്കാരമാണ്. ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ ആ ദുനിയാവ് മൊത്തം കുലിക്കുക, ഒന്നായിട്ട് അലക്കി ഒന്നായിട്ട് മറച്ചിടുന്ന പരിപാടിയാണ്. അധികം ഈ മുതലാളിമാരായ ഈ സ്വർണ്ണക്കടയിലുള്ള ആൾക്കാർ, സ്വർണം പീടിയ, അതുപോലെ ഈ വെള്ളിപ്പീടിയ, സ്വർണ്ണപ്പീടിയ, തുൺസാപ്പിന്റെ പീടിയ, വലിയ തുൺസാപ്പ്, വലിയ ജ്വല്ലറി, അങ്ങനെയുള്ള പണക്കാർ പൈസ കൊണ്ട് ഒരു പുല്ല് വില കാണിക്കണില്ല. അവര് പൈസ കൊണ്ട് വാരി എറിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാരി എറിയുന്നു. അപ്പൊ ഇതൊക്കെ പടച്ചേർത്തുനിന്ന് മറുപടി പറയേണ്ടി വരും.
ഇന്ന് പുതിയ പുതിയ ആൾക്കാർ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ചെക്കന്മാർ, ആ ചെക്കന്മാരൊക്കെ ഇനി പടച്ചനോട് ഉത്തരം പറയേണ്ടി വരും. ഒരുപാട് ചെക്കന്മാർ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ചെക്കന്മാർ പടക്കം പൊട്ടിച്ച് വെറുതെ ആ പൊട്ടി പോയിട്ടെന്താ കാര്യം? അത് പൊട്ടി അങ്ങോട്ട് പോയി, അതങ്ങോട്ട് പൊട്ടിപ്പോയി. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ എത്ര റുപ്യേൻ്റെ ചടക്കമാണ് പൊട്ടിന്ന്? എത്ര റുപ്യേൻ്റെ ചടക്കോടെ? ഇന്നിപ്പോ 5000 റുപ്യേൻ്റെ ചടക്കമാണെങ്കിൽ ആ 5000 റുപ്യ ഏതെങ്കിലും പാങ്ങക്ക് കൊടുത്താൽ അത് പഠിച്ചവന്റെ കൂലി കിട്ടൂലേ? അതിലത് ആർക്കെങ്കിലും ഏതെങ്കിലും വയനാട്ടിൽ എത്ര ആൾക്കാർക്ക് പെരയില്ലാത്തുണ്ട്, ഓർക്ക് കൊടുത്താൽ പഠിച്ചവന്റെ കൂലി കിട്ടൂലേ? അതൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യം ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് കുറ്റമാണ്. അവർക്ക് അത് ഒരു തെറ്റാണ് കാണുന്നത്. അവർക്ക് തെറ്റാണ്. അത് അവർക്ക് തെറ്റാണ് കാണുന്നത്. അവർ ചെയ്യുന്നൊന്നുമില്ല. അവർക്കൊക്കെ തെറ്റാ. അവർക്ക് എല്ലാം കുറ്റമാണ്. അവരോട് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും അവർക്ക് മോശമാണ്. അവർക്ക് എന്ത് കാട്ടാം? പണക്കാർക്ക് എന്ത് ചെയ്യാം? പണക്കാർക്ക് എന്തും കാട്ടിക്കൂട്ടാം. അവരോട് ചോദിക്കാൻ പറയാനില്ലല്ലോ. പക്ഷെ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കണം. ചെയ്യുന്നത് തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ വീട്ടുകാർ മൊത്തം സ്വർണം കൈമലും കാലുമലും കൗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നു. അവസാനം ആ വാരി കെട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ആ പിടിച്ചിട്ട് കൊണ്ടിരുന്നു. എന്നിട്ട് ഇവിടെ ആ പെണ്ണെ കൊടുത്തുകൊണ്ട് പടക്കും ബോംബൊക്കെ പൊട്ടിച്ച, അതെ, പടക്കും ബോംബൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ പടക്കം പൊട്ടിച്ച് കളിയ. എന്താണ് ഈ മനുഷ്യന്മാർ നന്നാകാത്തത്? മനുഷ്യന്മാർ ഈ മണ്ണിന്റെ ഒരു വില കാണില്ല. ആരുടെയും മണ്ണിന്റെ വില കാണില്ല. അത് ഇത്തരമുള്ള കാര്യത്തിലേക്കാണ് ഇത് കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ ഇത്തരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു തരി മണ്ണിലും മനുഷ്യന്മാർ ഇന്ന് മനസ്സിലാക്കണില്ല. പൈസ 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 അറിഞ്ഞ് അതിൽ കിടന്നു വലിക്കുക. ഇതൊക്കെ രക്ഷിതാക്കളായ അല്ലെങ്കിൽ കുട്ടിന്റെ വാപ്പ, കുട്ടിന്റെ ഉമ്മ, രണ്ടാളും പൈസ തീമയിക്കാറും, രണ്ടാളും പൈസ തീമ ആണെങ്കിലും എന്തിനാണ് പടക്കം പൊട്ടിക്കാൻ പാടുണ്ടാന്ന് രക്ഷിതാക്കൾ ചോദിക്കണ്ടേ? ഇന്ന് കെട്ടിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കെട്ടിച്ചയക്കുന്ന രക്ഷിതാക്കൾ, അതെ, കൈ പിടിച്ചുകൊണ്ട് കെട്ടിച്ച് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കൾ മനസ്സിലാക്കണ്ടേ ആദ്യം? അല്ലേ? മനസ്സിലാക്കണ്ടേ? എൻ്റെ മോളെ കെട്ടിക്കുമ്പോൾ ഈ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? പടക്കം പൊട്ടിക്കാൻ പാടില്ല, ചടക്കം പൊട്ടിക്കുന്ന ആറാമാണ്, അത് തെറ്റാണ്, അത് പഠിച്ചാൽ കൂലിട്ടൂല. അത് ഏതെങ്കിലും പാങ്ങൾക്ക് കൊടുത്താലോ അത് നല്ല കാര്യമില്ലേ? അത് ചെയ്യില്ല. അത് ഏറ്റവും ചെയ്യാനില്ല. ഇന്ന് അധികം പടക്കം പൊട്ടിച്ചുകൊണ്ടാണ്. കാരണം കൂക്കി വിളിച്ചുകൊണ്ട്. അപ്പോൾ ഈ കൂക്കി വിളിക്കുന്ന എത്ര ആൾക്കാർ കേൾക്കുന്നുണ്ട്? ആ അടിയിൽ എത്ര ആൾക്കാരുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ, ഇല്ലേ? ഇതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് നമ്മുടെ സ്വന്തം കുടുംബക്കാര്, കൂട്ടുകാര് എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് അത് കൂക്കി വിളിച്ച് പറഞ്ഞു നടക്കുന്നു. പെണ്ണ് കിട്ടിയാൽ കൂക്കി വിളിച്ച് അത് നാടനായിട്ട് കിണ്ണം മുട്ടി പാടി നടക്കുന്ന, അതുപോലെ ബാൻഡിങ് കൊട്ടി നടക്കുന്ന ഒരുപാട് പടക്കാർ നമുക്ക് കാണാൻ സാധിച്ചു, അല്ലേ? നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ ഒരിക്കലും ചെയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്. കാരണം എനിക്ക് പടക്കം പൊട്ടിക്കുന്ന ഇഷ്ടമില്ല. എനിക്ക് ഈ പടക്കം പൊട്ടിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് നേരാ വഴിക്ക് പോകുന്ന പെണ്ണാണ്. കാരണം എനിക്ക് നേരാ പോകുന്ന പെണ്ണ്, എൻ്റെ കൂടെ വരുന്ന എന്നെ സ്നേഹിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ആ പെൺകുട്ടിൻ്റെ സ്വഭാവം നന്നായാൽ മതി. അല്ല ഞാൻ പെണ്ണിനോട് പടക്കം പൊട്ടിക്കാനും ഇവിടെ ബോംബ് പൊട്ടിക്കാനും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കൊടുക്കുക, എനിക്ക് പാകം കൊടുക്കുക. ആ പൈസ ഉണ്ടെങ്കിൽ നാളെ പെര നാക്കി കൂടെ? ഇപ്പോൾ ആ പൈസ നാളെ പെര നാക്കുക, അല്ലെങ്കിൽ പാകങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. എന്തെങ്കിലും ചെയ്യുക. എന്തിനാ ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്ന ആവശ്യം? ഒരു ആവശ്യമില്ല. ആ പടക്കം നമ്മൾ പൊട്ടിക്കില്ല, നമ്മളത് ചെയ്യില്ല. ഞാൻ പറയല്ലോ, ഞാൻ അങ്ങനത്തെ ആളാണ്. ഞാൻ ഒരിക്കലും പടക്കം പൊട്ടിക്കില്ല. എനിക്ക് അതിൻ്റെ ഇഷ്ടമില്ല. എനിക്ക് ആരെങ്കിലും ഒരു ഉമ്മമാർക്ക് വേണ്ടി കാണാൻ വേണ്ടിയുള്ളൊരു എന്തെങ്കിലും ഒരു ഒപ്പനെ അല്ലെങ്കിൽ എന്തെങ്കിലും കോലിക്കളിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതി മാത്രമാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് കൊണ്ടുവരുന്നത്. അതാണ് എൻ്റെ കല്യാണത്തിന് ഞാൻ കൊണ്ടുവരുന്നത്. ഒപ്പനോ ഒരു കോലിക്കളിയോ അല്ലെങ്കിൽ ഒരു ഡാൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി ആ ഉമ്മമാർക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഉമ്മമാർക്ക് കേൾക്കാൻ വേണ്ടി, കുറേ ഉമ്മമാർക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു അറിയിപ്പാണ്. അങ്ങനെയുള്ള ഒരു ക്യാമ്പുമാണ് നമ്മൾ നടത്തുക. അല്ലാതെ നിങ്ങൾ ഒരു പടക്കം പൊട്ടിച്ച് അത് കിണ്ണം മുട്ടി പരിപാടി ഇരിക്കില്ല. ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് ചെയ്യുന്ന നിങ്ങൾ കാത്തിക്കും വേണ്ട. അത് കൺട്രോൾ തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആളുകളടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടും. അതേപോലെ ആ പെണ്ണ് നാളെ ചെല്ലുമ്പോൾ പെണ്ണുക്കും ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കെട്ടിക്കൊണ്ട പെണ്ണുക്കും ഓർമ്മ ഉണ്ടാവും, അതുപോലെ ഭർത്താവിനും ഓർമ്മ ഉണ്ടാവും. രണ്ടാൾക്കും ഓർമ്മ വരും. രണ്ടാൾക്കും നല്ല ബുദ്ധി ഓർമ്മ വരും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്, ഞാൻ പറഞ്ഞത്.
അതോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഞാൻ ഒരിക്കലും പടക്കം പൊട്ടിക്കാനോ ഞാൻ എങ്ങനെയെങ്കിലും ഈ പിന്നെ ഉത്സവം കളിച്ചാനോ ഞാൻ നിൽക്കൂല. എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അതുപോലെ പണക്കാർ എന്തും കാട്ടട്ടെ, പണക്കാരന് അള്ള അള്ള ഇത് കാണണ്ടല്ലോ, അത് പടച്ചവനെല്ലാം അതെല്ലാം വഴി കാണിക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. ഈ കുട്ടികൾക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പഠിച്ചവൻ കൊടുക്കരുത്. ഇങ്ങനെയുള്ള പൈസക്കാർക്ക് നശിപ്പിക്കാൻ, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന, മോളെ കൊണ്ട് നശിപ്പിക്കുന്ന അങ്ങനെയുള്ളവർക്ക് പഠിച്ചവൻ കൊടുക്കരുത്. അവർക്ക് കൊടുത്തിട്ടാണ് അവർ പൊന്തമിടുന്നത്. ഈ പണക്കാർ അവർക്ക് കൊടുക്കാക്കുക. ഈ ജ്വല്ലറി നടത്തുന്ന അവർക്കൊന്നും, കല്യാണം കഴിഞ്ഞവർക്കൊന്നും കുട്ടികളെ കൊടുക്കാൻ പാടില്ല. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കൊടുക്കരുത്. അവർ കൊടുത്തിട്ട് കാര്യമില്ല. അവർ കൂക്കി വിളിച്ച് കിണ്ണം മുട്ടി പാടി അടക്കുകയാണ്. അതെ, കിണ്ണം മുട്ടി കൂക്കി വിളിച്ച് പാടി നടക്കുന്നവർക്ക് എന്തിനാ പെണ്ണെടുക്കുന്നത്? അവർക്ക് എന്തിനാ മക്കളെ കൊടുക്കുന്നത്? ഒരിക്കലില്ല. പഠിച്ച മക്കളെ കൊടുക്കരുത്, ആൺകുട്ടിയെ കൊടുക്കരുത്, പെൺകുട്ടിയെ കൊടുക്കരുത്. അവരെ അനേരമായി നടക്കട്ടെ. അവർക്ക് ഒന്നും ഇല്ലാതായി, കുട്ടികളും മക്കളൊന്നും ഇല്ലാതായി അവർ നടക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. കല്യാണം കഴിച്ച് ആകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ കുട്ടികളില്ലല്ലോ, പെൺകുട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വേണം. അങ്ങനെയുള്ള പണിക്കാർക്ക് അങ്ങനെ തന്നെ വേണം. അവർക്ക് അഹങ്കാരം കൂടുതലാണ്. അവർ പാവപ്പെട്ടവരെ ഒരു പുല്ല് വില കാണിക്കണില്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ വേണം. അവർക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടിയെന്ന് ഞാൻ പറയാം. അവർക്ക് കുറച്ച് ഏറാണ്. അവർക്ക് പൈസ കൊണ്ട് എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. പൈസ കൊണ്ട് എന്താ കാട്ടുന്നവർക്ക് അറിയില്ല. അവർക്കത് വേണം. അവർക്ക് ഇപ്പം മക്കളും കുട്ടികളും ഉണ്ടാകരുത്, പെൺകുട്ടി ഉണ്ടാകരുത്, ആൺകുട്ടി ഉണ്ടാകരുത്. അതാ പറഞ്ഞത്. ഇന്ന് പണക്കാരൻ്റെ മോളെ കെട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ മോക്ക് കുട്ടികളുണ്ടാകരുത്, ആൺകുട്ടി ഉണ്ടാകരുത്, പെൺകുട്ടി ഉണ്ടാകരുത്. അതോടെ അവർക്ക് മനസ്സിലാകണം. അതോടെ പഠിച്ചവൻ്റെ കഴിവാണല്ലോ എന്ന്. പഠിച്ചവൻ നമുക്ക് മക്കൾ തന്നിട്ടില്ലല്ലോ, ആൺകുട്ടി തന്നിട്ടില്ലല്ലോ. അതോടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് ആ പണക്കാരന് മനസ്സിലാകണം. അതാണ് ഓൽക്ക് അഹങ്കാരം കൂടുതലാണ്. ഓല വിചാരം ഓലെന്നെ വലിയ സമ്പദമാണെന്നാണ്. അള്ളാണ് വലുതെന്ന് ഓൽക്ക് ബോധം കാണില്ല. ഈ പണക്കാർക്ക് അവർക്ക് എന്തും കാട്ടിക്കൂട്ടാം, അവർക്ക് എന്തും ചെയ്യാം. അവരെ വിചാരം അവരെ തന്നെ ഇവിടുത്തെ വലിയ രാജാവ് എന്നാണ് ഈ പണക്കാരായ ആളുകൾ. അള്ളയാണ് മേലുള്ളതെന്ന് ആ ഓർമ്മ ഓര് കാണിക്കണില്ല. ഓർ തന്നെയാണ് രാജാവായി വലസുന്നത്. അവരാണ് അവരുടെ വിചാരം. അത് പാടില്ല. അതിന് നമ്മൾ പഠിച്ചാൽ കൊടുക്കരുത്, തീരെ കൊടുക്കാതാകുമ്പോഴാണ് അവർ കല്യാണം പൈസക്കാർക്ക് കൊടുക്കലും പണക്കാർക്ക് കൊടുക്കലും നിൽക്കുള്ളൂ. മക്കളും കുട്ടികളും ഇല്ലാതാകുമ്പോഴാണ് തന്നാരെ പണക്കാരും പൈസക്കാർ പഠിക്കുള്ളൂ. അതാണ്, തന്നാരെ പഠിക്കുള്ളൂ. അവർക്ക് പഠിച്ചവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പഠിച്ചവുണ്ട് എന്ന് ആ ബോധ്യം ആ പണക്കാർക്കും അപ്പോഴാണ് അങ്ങനെ തന്നെയാണ് അവർക്ക് വേണ്ടത്. അവർ പാവപ്പെട്ടവരുണ്ട് എന്ന് അവർക്ക് ആ ബോധം അവർക്കുണ്ടാകണം. പാവപ്പെട്ടവരുണ്ട് എന്ന് ആ ബോധം അവർ കരുതണം. അവർ വിചാരം അവർ തന്നെയാണ് വലുത്. പാവപ്പെട്ടവർ ആര് പഠിച്ചാണ്? അള്ള പഠിച്ചതാണ്. നിങ്ങളെ പഠിച്ചാരാ? എല്ലാ രോഗത്തിലുള്ള ആൾക്കാരും അള്ള പഠിച്ചതാണ്. ആരിവിടെ ഭാരമാക്കിയിട്ട് അള്ള കണ്ടിട്ടില്ല. എല്ലാവർക്കും ജീവിതം കൊടുത്ത അള്ളയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ജീവികൾ, എല്ലാ ജീവികളും ഇന്നിപ്പോൾ നമ്മൾ വളർത്തുന്ന ജീവിയൊക്കെ പഠിച്ചാൻ കൊടുത്ത ജീവമാണ് അല്ലേ? പഠിച്ചാൻ കൊടുത്ത ജീവമാണ് എല്ലാ ജീവിക്കും മനസ്സിലാവണം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നിങ്ങൾ വിചാരിച്ച് മറ്റുള്ളവരാണ് എല്ലാ ജാതികളും പഠിച്ചതാണ്. അതിപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരുണ്ട് അല്ലേ? ആ പറഞ്ഞത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതൊക്കെ പഠിച്ചതാണ്. അതോടെ പണക്കാർ പൊന്തം വിടുന്നത് നല്ലതല്ല. പൈസക്കാരായ പണക്കാർ പൊന്തം വിടുന്നത് ശരിയല്ല. ചെറിയ ഗൾഫുകാർ പൊന്തം വിടുന്നത് ശരിയല്ല. പാകപ്പെട്ടവരെ തിരിച്ച് മനസ്സിലാക്കണം. അതാണ്. നിങ്ങൾ പാവപ്പെട്ടവർ പറയുമ്പോൾ നിങ്ങൾക്കൊരു പുല്ല് വിലയില്ല. ഒരാളെ കളിയാക്കരുത്. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരാളെ കളിയാക്കരുത്. നിങ്ങൾക്കൊരു പൂസിൽ വിലയില്ല. നിങ്ങൾ ഒരു അഹങ്കാരം കാണിക്കരുത്. ഒരു സമ്പദമാണെന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങളുടെ സംഭവമാണെന്നാണ്. നിങ്ങൾ പാവപ്പെട്ട ഒരു പുല്ല് വില മനസ്സിലാക്കണില്ല. നിങ്ങൾക്കൊരു അഹങ്കാരം അവർ കൂടിപ്പോയി. അതാണ്, നിങ്ങൾക്ക് പഠിച്ചവർ എന്നത് കൂടിപ്പോയി. നിങ്ങൾക്ക് പാവപ്പെട്ടവരെ നോക്കണമെന്ന്, അവരെ സഹായിക്കണമെന്ന്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് പഠിച്ചവർ എന്നത് കൂടിപ്പോയി. അതാണ്, പഠിച്ചവർ നിങ്ങൾക്ക് മക്കളെ തന്നത് കൂടിപ്പോയി. പെൺകുട്ടികളെ തന്നത്, പണക്കാരന് 4 പെൺകുട്ടികൾ 5 പെൺകുട്ടികളെ കൊടുത്തത് അത് കൂടിപ്പോയപ്പോഴാണ്. അല്ല നിങ്ങൾക്ക് 10 പെൺകുട്ടി തരുമ്പോൾ അത് തന്നത് നിങ്ങൾക്ക് കൂടിപ്പോയി. അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല.
നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയണില്ല, നിങ്ങളെല്ലാം മറന്നൊക്കെയാണ്. നിങ്ങൾ പാകപ്പെട്ടവരെ വരെ മറന്ന്. അപ്പോൾ നാളെ നിങ്ങൾ പഠിച്ചവരെ മറക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. നാളെ നിങ്ങൾ പഠിച്ചവരെ നിങ്ങൾ പഠിച്ച് ആ പഠിച്ചവരെ നാളെ നിങ്ങൾ മറക്കുമെന്നാണ്. ഈ പൈസക്കാരായ ആൾക്കാർ അത് മറക്കാക്കാറില്ലല്ലോ, അത് മറന്നു പോകും. അപ്പോൾ പഠിച്ചവരുണ്ട് എന്ന ആ ബോധം ഏത് പണിക്കാരനും മനസ്സിലാകണം. അള്ള ഉണ്ട് എന്ന്. അള്ളയാണ്, അള്ളേന്റെ കഴിവാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത്. ഇന്ന് സൂര്യ ഇല്ലെങ്കിലും വെളിച്ചം തന്നതൊക്കെ അള്ളയാണ്. ഇന്ന് വെളിച്ചം, ഇന്ന് ഇരുട്ട് വെളിച്ചം ഇതെല്ലാം തന്നത് ആ പണക്കാരൻ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് വെളിച്ചില്ല, എന്താ കാട്ടുക? ഇന്നിപ്പോൾ വെളിച്ചം തന്നത് അള്ളയല്ലേ. ഇന്ന് സൂര്യനെ വിജിച്ചാരാ? അള്ളയാണ്. ഇന്ന് ഇരുട്ടാക്കണവരാ? അള്ളയാണ്. ആകാശത്തെത്ര കളറുകളുണ്ട്, പല കളറുകളുണ്ട് അല്ലേ? ഒരുപാട് കളറുകളുണ്ട്. ഇരുട്ടത്ത് വേറെ കളറാവും, പകല് വേറെ കളറാവും, പകല് വെള്ള കളറാവും, നീല കളർ ഉണ്ടാവും, എല്ലാ കളറും ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഇറ്റാകും, കുറച്ച് കഴിയുമ്പോൾ ഒരു എന്താ തീണ്ടായിരിക്കുന്ന ഒരു കളർ ഉണ്ടാവും. അങ്ങനെ ഓരോ കളറും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ വിചാരം നിങ്ങൾ തന്നെ സംഭവമാണ്. നിങ്ങൾ പാകപ്പെട്ടവരെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾ അഹങ്കാരം കാട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് എന്ത് നേട്ടം നിങ്ങൾക്ക് കിട്ടുക? എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന? എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നത്? എന്താ നിങ്ങൾക്ക് കിട്ടണുണ്ടോ? എന്തും കിട്ടണില്ല. അപ്പം നിങ്ങൾ കൊന്നനം കുത്തലും കളിയാക്കിയിട്ടും കാര്യമില്ല. നിങ്ങൾ കളിയാക്കിയിട്ടും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആരും നന്നാകാം എനിക്ക് തോന്നില്ല നന്നാവുമെന്ന്. എനിക്ക് തോന്നില്ല നിങ്ങൾ നന്നാവുമെന്ന്. എനിക്ക് തോന്നില്ല ഈ ലോകത്തിരിക്കുന്ന മനുഷ്യന്മാർ നന്നാവുമെന്ന് എനിക്ക് തോന്നില്ല. ഒരിക്കലും നന്നാവൂലാണ് ഞാൻ തോന്നുന്നത്. എങ്ങനെ നന്നാവൂല. നിങ്ങൾ പാകപ്പെട്ടവരെ കളിയാക്കിയാൽ നിങ്ങൾ എങ്ങനെ നന്നാകുക? നിങ്ങൾ നന്നാകണില്ല. നിങ്ങൾ പാകപ്പെട്ട കളിയാക്കിയിട്ട് നിങ്ങൾ നന്നാകൂലല്ലോ. നിങ്ങളോട് ഒന്നാണ് നിങ്ങൾ നന്നാകണില്ല. നിങ്ങൾ പിന്നെയും പാകപ്പെട്ടവരെ കുറ്റം പറഞ്ഞടക്കില്ലേ നിങ്ങൾ പണി അല്ലേ? നിങ്ങളെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പൊന്തം വിടലല്ലേ? നിങ്ങൾ പാവങ്ങളെ ശരിക്കും നിങ്ങൾ അയ്യോ പാവെന്ന് റസാവ് കാണിക്കുന്നുണ്ടോ? കൃതം കാണിക്കുന്നുണ്ടോ? നിങ്ങൾ ചോർത്ത് പിടിക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സ് കാണിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ മനസ്സിൽ കാണില്ല. നിങ്ങളെ പോലെ എത്രയോ പാവപ്പെട്ട മക്കളുണ്ട്, എത്രയോ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഇന്നും കഴിഞ്ഞത്. അവരെങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, കാണൂല. നിങ്ങൾ കാണൂല. ഈ പണക്കാരായ പൈസക്കാർ കാണൂല. ചെറിയ ഗൾഫേര് കാണൂല. ചെറിയ ഗൾഫേര് കാണും. ചെറിയ പ്രവാസികളായ ആൾക്കാർ കാണും. ചെറിയ ജിദ്ദക്കാരായ ആൾക്കാർ കാണും. അങ്ങനത്തെ ആൾക്കാർ കാണുള്ളൂ. അല്ലാത്ത ആൾക്കാർ കാണൂല. നല്ല ഗൾഫേരുണ്ട്, സ്നേഹിക്കുന്ന ഗൾഫേരുണ്ട്, അവരൊക്കെ കാണും. അല്ലാത്ത ഗൾഫേര് കാണൂല. അതാണ്. ചെറിയ ഗൾഫേർക്ക് ഓല കാര്യം മാത്രം നോക്കൂ. ഓല കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ പാവപ്പെട്ട കാര്യമൊന്നും അവർക്ക് ഒരു പുല്ല് വരെ ഇല്ല. അതോടെ നിർത്തുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ അല്പരമാണ്. ആ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞ വാക്ക്. ഈ വാക്കിന് ശരിയായ രീതിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. ശരിയായ രീതി ഉണ്ടെങ്കിൽ ഞാൻ പറയല്ലോ, ഇതെല്ലാം പഠിച്ചവൻ കാണും. ഈ അഹങ്കാരം കാണിച്ചിട്ട് കാര്യമില്ല, ഈ വെറുപ്പ് കാട്ടിട്ട് കാര്യമില്ല, ഈ കീപ്പറും പോരായും മനസ്സിൽ കൊണ്ടുവന്ന് പല്ല് പോയി അറിഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും എവിടെ എത്തൂല. അതിനുണ്ട് കമന്റ് കൊടുക്കി. അതാണ് കമന്റ് കൊടുക്കി. ഈ പല്ല് പോയി അറിഞ്ഞുകൊണ്ട് കളിയാക്കണ്ട. ഇപ്പൊ നിങ്ങളെ മോള് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഈ ലോകത്ത് അള്ള പഠിച്ച് ഏറ്റവും മോളുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ മാത്രമല്ല ഒരു മോളായിട്ട് പഠിച്ചത്. റസിയാക്കളുടെ മോളായിട്ട് മാത്രമല്ല പഠിച്ചത്. ഒരു കുട്ടിന്റെ വാപ്പാന്റെ മോളായിട്ടല്ല പഠിച്ചത്. ഈ ലോകത്ത് അള്ള പഠിച്ചത് ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. 100 കണക്കിന് പെൺകുട്ടികൾ വരാണ്ട്. അവർ തേടിയെത്തും. അതാണ് പറഞ്ഞത്, തേടി വരും. അതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ട് കാര്യം. നിങ്ങൾക്ക് അറിവ് വേണം, നിങ്ങൾക്ക് വികരം വേണം. വികരം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പഠിക്കാണ്ട്. അപ്പോൾ നിങ്ങളെ പോട്ട ആൾക്കാരാകുന്ന നിങ്ങൾക്ക് തോന്നണ്ടോ? നിങ്ങളെ പോട്ട ആൾക്കാർ അതേമാതിരി ആവൂല. മറ്റുള്ള റസിയാക്കൾ അങ്ങനെ ആവൂല. മറ്റുള്ള ഉമ്മാർ അങ്ങനെ ആവൂല. മറ്റുള്ള പെൺകുട്ടികൾ അങ്ങനെ ആവൂല. അപ്പൊ ചെറിയ ആൾക്കാർ മാത്രമാണ്, ചെറുപ്പത്തിൽ മാത്രമാണ് അങ്ങനെ ഈ കിബറും കാട്ടി കിടക്കുന്നത്. അവർക്ക് ഇഷ്ടം ഉണ്ടാവൂല. അവർക്ക് പല്ല് പോയതും പറ്റൂല. അവർക്ക് അവലായിട്ട് അവരൊരു പൗറിൽ നടക്കണം എന്നാണ് ഓരോ വിചാരം. ഓരോ പൗറിൽ നടക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ പൗറിൽ നടക്കാനൊന്നും അവസ്ഥ ഇവിടെ ഇല്ല. അങ്ങനത്തെ പൗറില്ലാത്ത തന്നെ നമുക്ക് കിട്ടും. അങ്ങനത്തെ നമുക്ക് പൗറുള്ള പെൺകുട്ടികളെ കാണുന്നില്ല. നമുക്ക് സാറാ പൗഡർ മീഡിയ സൈസ് മതി. ഒരു മീഡിയ സൈസ്, ഒരു തല മറക്കുന്ന, ഒരു അവളത്ത് മറക്കുന്ന എൻ്റെ അതാമാരിലെ നിറം മതി എനിക്ക്. എൻ്റെ അതാമാരിലെ നിറം അല്ലാതെ ഞാൻ ഒരു മീഡിയമായാണ് ഞാൻ കാണുന്നത്. അതാണ് ഒരു മീഡിയമായ പഠിപ്പ്, ഒരു ചെറിയ പഠിപ്പുണ്ടെങ്കിൽ മതി. അത്ര മതിയുള്ളൂ. ഒരു ചെറിയ പഠിപ്പ്, അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടി. അതാണ് പഠിക്കാൻ കഴിയുന്ന
ഒക്കെ അവർ മാളിക പേരെ കെട്ടിണ്ടാക്കി ഒരാ പണി കൊടുക്കും, അതിനോട് ആവില്ല. അപ്പോൾ അതൊന്നും ഇപ്പോൾ ആ സമയത്തല്ല. ഇപ്പം നമ്മൾ ജീവിക്കാൻ വിചാരിച്ചത് ഇന്ന് എത്ര ആൾക്ക് വീടില്ലാത്തുണ്ട്, എത്ര ആൾക്ക് വലിയ വീടില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ വലിയ വീട് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ചെറിയ വീട് തന്നെ കിട്ടാനില്ല, എന്നിട്ടാണ് വലിയ വീട്. ആ ഏതൊരു വീട്ടിലാണ് കഴിഞ്ഞ വീടല്ലാതെ കണ്ടില്ല, കുട്ടിയന്മാർ കണ്ടില്ല. അവർ വിചാരം ഈ ലോകത്ത് ഓല മോള് മാത്രമേ ഉള്ളൂ, എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, വേറെ ഇത് മോളെ കിട്ടൂല, ഈ മോളെ മാത്രമേ അവിടെ കിട്ടുള്ളൂ എന്നാണ് ഓല വിചാരം. നൂറുകണക്കിലെ പെൺകുട്ടികളെ കിട്ടാണ്ട് രക്ഷിതാക്കളെ, നൂറുകണക്കിലെ പെൺകുട്ടികളെ കിട്ടാണ്ട്. നിങ്ങൾ ഈ പൈസക്കാരൻ്റെ പൗറ് കാട്ടിയിട്ട് കാര്യമില്ല. ഇതൊക്കെ അള്ള കാണണ്ട്. നിങ്ങൾ ഈ പൗസാക്കൊന്നും കാട്ടിയിട്ട് കാര്യമില്ല. ഇതൊക്കെ നാളെ മണ്ണിൽ വെക്കാനുള്ളൂ, മണ്ണിൽ വെക്കാനുള്ളൂ, ചിരിക്കി വെക്കാനുള്ളൂ, മണ്ണിന്റെ അടിയിൽ ചിരിക്കി വെക്കാനുള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ പൈസ കെട്ടൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് പോകുള്ളൂ. നമ്മൾ എല്ലാം ചെരുക്കി വെക്കാവുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ ചെരുക്കി വെച്ച്, നമ്മളുണ്ടാക്കിയ കൊട്ടാരങ്ങൾ, നമ്മളുണ്ടാക്കിയ വീടുകൾ, നമ്മളുണ്ടാക്കിയ കാറ്, നമ്മളുണ്ടാക്കിയ ബൈക്ക്, ഇതെല്ലാം ഇവിടെ ചെരുക്കി നമ്മൾ കാലിൻ്റെ ഓട്ടിൽ വെച്ച് നമ്മൾ പോകുള്ളൂ. അത്രയുള്ള കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഓരോ മനുഷ്യന്മാരും. അതാണ്, അല്ലാതെ നിങ്ങൾ കിബറ കാട്ടിരിക്കാറില്ല. നാളെ നിങ്ങൾക്കുണ്ടാകുന്ന മോളും അതുപോലെ ആ കാലിൻ്റെ അടി വെച്ചുകൊണ്ട് പോകുള്ളൂ. ആരും കൊണ്ടുപോകില്ല, എല്ലാവരും വിട്ടു പോകുള്ളൂ. അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ ഒരു രക്ഷിതാക്കളും മനസ്സിലാക്കുക, തിരിച്ചറിയുക. പാകപ്പെട്ടവരെ ഇനിയും ഈ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചോദ്യം ചെയ്യാൻ. അല്ലാതെ പല്ല് പോയി അറിഞ്ഞുകൊണ്ട് അത് ചോരത്തിൽ വെച്ചിട്ട് കാര്യമില്ല. അതെ, മണ്ണിൽ വരെ പല്ല് വരെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, ആൾക്കാർ വരെ മരിച്ച് മണ്ണായി പോകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ബോധമുണ്ടോ? ഇല്ലല്ലോ. ബോധമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ബോധം വെക്കണില്ല. അപ്പൊ നിങ്ങൾക്ക് പൈസയുടെ അഹങ്കാരം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ബോധം വെക്കാനായിട്ടില്ല. അതെ, അറിയുന്ന ഒരു വയസ്സായ വല്യമാട് ചോദിച്ചാൽ മതി, വയസ്സായ വല്യമാരോടോ വയസ്സായ വല്യപ്പാട് ചോദിച്ചാൽ മതി, ഒരു അറിവുള്ള ആളോട്. അപ്പോൾ പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ആളുകൾക്ക് മനസ്സിലാണില്ല, അതാണ് കാരണം. മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങൾ ഈ അഹങ്കാരം കാട്ടിച്ച് കാര്യമില്ല. ഇതൊന്നും വലിപ്പം തോന്നൂല, ഇതൊന്നും എവിടെ വലിപ്പം തോന്നില്ല. ഇതൊക്കെ നിങ്ങളെ തോന്നലാണ്. നിങ്ങൾ ചെയ്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്തു വെച്ചിട്ട് അത് വെറുതെ ആവും, അത് ആർക്കും ഒരു ഉപകാരപ്പെടാത്ത കോലത്തിലാവും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്ന, ആ വല്യമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഉപ്പ വയസ്സായിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് കൂടെ അവർക്കൊരു ജീവിതം വേണം, അവർക്ക് കുടുംബം വേണം. അവർ നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാനാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാനല്ല മനസ്സിലാക്കുക, നിങ്ങളാണ്. നിങ്ങളെ മോക്ക് ജീവിതം കൊടുക്കണം, അവർക്കൊരു കുടുംബമാണെന്ന് നിങ്ങളാണ് ആഗ്രഹിക്കേണ്ടത്, ഞാനല്ല. അപ്പൊ അത് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിനെ തക്കിത്തളം പറഞ്ഞ് അതിനെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ഏടാപ്പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആ പറഞ്ഞത് കാര്യം ഉണ്ടെങ്കിലല്ലോ, അത് ആ യൂട്യൂബറായ ലോകര് ആ ഇർസൊക്കെ പറഞ്ഞത് കാര്യത്തിലുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ വെട്ടിനല്ലോ, അത് നമ്മളായിട്ടാണല്ലോ അത് കളഞ്ഞതെന്ന് നിങ്ങൾക്ക് അത് കാലിൽ ഒട്ടുന്ന മണ്ണ് ഒളിച്ചു പോകുമ്പോൾ ഓർമ്മ ഉണ്ടാവും എന്നാണ്. ആ കുട്ടീൻ്റെ ഉമ്മക്കും ബാപ്പാക്കും കാലിൻ്റെ അടിയിൽ മണ്ണ് ഒളിച്ചു പോകുമ്പോൾ ഓർമ്മ ഉണ്ടാവും. അല്ലാതെ ഞാൻ ഒന്നും പറയാനില്ല. ഓക്കെ.